ഹായ് ഹലോ. യാത്രക്കിടയിൽ കണ്ട മുന്തിരിപ്പാടാണ് കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്ത ഒരു സ്റ്റോപ്പ് അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളുണ്ടല്ലോ നമ്മളെ വിളിക്കും. വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് നോക്കി അടുത്ത നിമിഷം ഞാൻ ദേ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതെ, മുന്നിൽ ഇങ്ങനെ ഒരു മുന്തിരിപ്പാടം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പച്ച നിറം മാത്രമല്ല, കറുത്ത നിറം, ഒരു കാം ഫീലിംഗ് കൂടിയിട്ടാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ? ഇവിടുത്തെ ഒരു നിശബ്ദതയാണ് കേട്ടോ. എല്ലാ മുന്തിരിവള്ളികളും ഒന്നിനൊന്ന് ചേർന്ന് സ്ലോ മോഷനിൽ ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നില്ല? അങ്ങനെ ഇലകൾക്കിടയിലുണ്ടല്ലോ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് ചെറിയ മുന്തിരിക്കൊലകൾ. ഇവിടെ ആർക്കും ഒരു ഹറി ഇല്ല എന്നുള്ളതാണ്. അതെ, ശരിക്കും നമ്മൾ ഭയങ്കര തിരക്കിട്ട് പോകുന്ന യാത്രകൾക്കിടയിലേ ഇങ്ങനെ ഒരു മുന്തിരിപ്പാടം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ മുന്തിരി എന്ന് വെച്ചാലേ ഇന്ന് നിങ്ങൾ കാണുന്നൊരു ഫ്രൂട്ട് മാത്രമല്ല എന്ന് പറയാം. ഇത് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനോടൊപ്പം യാത്ര ചെയ്തു വന്നൊരു ചെടിയാണ്. ശരിയല്ലേ? രാജ്യങ്ങൾ മാറി മാറി, ഭാഷകൾ മാറി മാറി, പക്ഷെ മുന്തിരി എവിടെയും അതേ പേഷ്യൻസും അതേ ഡിസിപ്ലിനും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ. അതെ, ഇങ്ങനെ തന്നെയാണ് മുന്തിരി എല്ലായിടത്തും വളർത്തുക. അതെ, ഇങ്ങനെ എന്താ പറയുക, ഒരു യൂണിഫോം ഇട്ടതുപോലെ തന്നെ. അതെ, ശരിക്കും ഈ മുന്തിരി വള്ളികൾ നോക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊരു കാര്യം മനസ്സിലാവും. സപ്പോർട്ടില്ലാതെ ഇവ നിലനിൽക്കില്ല എന്നുള്ളത്. അതെ, നമ്മളും അതുപോലെയാണല്ലേ ചിലപ്പോഴൊക്കെ. ഒരവസരം തന്നാൽ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് തന്നാൽ അത് കിട്ടിയാൽ നമ്മളും മുന്തിരി പോലെ മധുരം പകരും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ആരും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ തോന്നാറില്ലേ? ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ, ഒരു കൈത്താങ്ങ് കിട്ടിയിരുന്നെങ്കിൽ, ഒരവസരം ആരെങ്കിലും തന്നിരുന്നെങ്കിൽ തോന്നാറുണ്ടോ? അതെ, ഇവിടെ വലിയ ശബ്ദങ്ങളൊന്നുമില്ല കേട്ടോ. കാറ്റ് ഇലകളെ തൊടുന്നത്, ദൂരെ ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു 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 സൗണ്ടുകളേ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ മുന്തിരിപ്പാടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയാൻ. ഇങ്ങനെ ക്യാമറ പോകും തോറും ഇങ്ങനെ നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ് നമ്മുടെ മുന്തിരിപ്പാടം. സ്ട്രെസ് ഉള്ളവർക്കുണ്ടല്ലോ ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് നിന്നാൽ മതി, സ്ട്രെസ്സൊക്കെ പാടേ പോവും. ശരിയല്ലേ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മുന്തിരിക്കുലയുണ്ടല്ലോ ഇവിടെ എത്താൻ, അല്ലെങ്കിൽ ഇത്രത്തോളം വരെ എത്താൻ ഒരുപാട് സമയം എടുക്കില്ലേ? വെയിലും മഴയും കാത്തിരിപ്പുകളും ഒരുപാട് അൺസീൻ എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ടാവുമല്ലേ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളിവിടെ ആരെയും കാണുന്നില്ല, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കതൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ കാണാത്ത വലിയ വലിയ സ്റ്റോറികൾ ഈ ഒരു മുന്തിരിക്കൊലയുടെ പിന്നിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കടയിലെന്താ, നമ്മളിങ്ങനെ കൊണ്ടുവന്നു, പാക്ക് ചെയ്യുന്നു, വെച്ചിരിക്കുന്നു, നമ്മൾ പോകുന്നു, എടുക്കുന്നു, ബില്ലടിക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു, കഴിക്കുന്നു. അതല്ലേ അല്ല, ഒത്തിരി എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളെപ്പോഴും ക്വിക്ക് റിസൾട്ടിലാണല്ലേ ഫോക്കസ് ചെയ്യണത്. പക്ഷേ ഈ ഒരു മുന്തിരിപ്പാടം എന്ന് വെച്ചാൽ നല്ല ക്ലിയറായി പറയുന്നുണ്ട്, ടൈം എടുത്താലേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് അല്ലേ. റഷിങ് ചെയ്താൽ പലപ്പോഴും ടേസ്റ്റ് പോവും. അധികം പഴുക്കാത്ത മുന്തിരികൾ നമ്മൾ കഴിക്കേണ്ടി വരും. എന്നാൽ സമയമെടുത്ത് പഴുക്കാൻ വിട്ട് അത് പാകമായ നല്ല അടിപൊളി മധുരമുള്ള മുന്തിരി നമുക്ക് കിട്ടും. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് കിട്ടിയത് എന്താണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു കണ്ടൻറ്റ് മാത്രമല്ല, എന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള റിമൈൻഡർ കൂടിയിട്ടാണ് കേട്ടോ. വഴിയിൽ കണ്ടത് ഒരു വഴികാട്ടി ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം, നമ്മൾ സമയമെടുത്ത് തിരക്കിട്ട് ഹറി പറയായിട്ടെല്ലാം ചെയ്യാതെ പതുക്കെ സമയമെടുത്ത് ആലോചിച്ച് ഉറപ്പിച്ച് റിലാക്സ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നിങ്ങളൊക്കെ യാത്ര പോകുമ്പോഴുണ്ടല്ലോ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ മുന്തിരിപ്പാടം കണ്ടാൽ വെറുതെ ഒന്ന് നിർത്തുക. മിക്കവരും നിർത്തും, എന്തിനാണെന്നറിയാമോ? ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല നിർത്തേണ്ടത്, ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ നിർത്താം കേട്ടോ. ഇതെന്താണെന്നറിയാമോ? ഇതൊരു ബിയർ ബോട്ടിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. എന്തിനാണെന്നറിയോ? ഇത് പ്രാണികളെ പിടിക്കാനാണത്രേ, അല്ല മൈനകളെ ഓടിക്കാനാണത്രേ. ഇവിടെ മൈനകളുടെ വലിയ ശല്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മൈനകളെ ഓടിക്കാനാണ്. ഞാൻ എങ്ങനെ അറിഞ്ഞെന്നറിയണ്ടേ? ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ പുള്ളിയുടെ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. പുള്ളിയാണത്രേ ഇതിൻ്റെ ഓണർ. നമുക്കൊന്ന് സംസാരിച്ചാലോ? சொல்லுங்கண்ணே, இந்த ஊரை பற்றி. பெருமாவல்பட்டி. சத்தமா பெருமாவூர் பெருமாவல்பட்டி. இது நட்டு 1 வருஷம் ஆகும், வர்றதுக்கு 1 வருஷம் ஆகும். 3 மாதம் காப்பு, 3 மாதம் காப்பு வந்து பறிக்கிறதுக்கு 5 நாள் ஆகும். ஓகே, இது எത്ര ஏரியா? ஒரு ஏக்கர். ஒரு ஏக்கரில் எவ்வளோ தை? இது 3-4 டன் வரும்.
4 டன் வரும். 4 டன் வரும். 4 டன். எவ்வளோ விளவு கிடைக்கும்? விளவு வந்து இன்னைக்கு விற்கிற விலைட்டு 40 ரூபா விற்கும், 50 ரூபா விற்கிது. அப்போ 2 லட்சம் 2 லட்சம் 3 லட்சம் வரும். ஓகே. ഈ ഒരു പ്ലാന്റ് എവ്വളോ നാൾ? அது 5 வருஷம் வச்சுக்கலாம். 5 வருஷம் வச்சுக்கலாம். இது என்ன வளம்? இப்போ பண்ணிடுது என்ன உரமா? உரம் டிஏபி, பொட்டாசு. പൊട്ടാസ് എവ്വളോ ഗ്യാപ്പിൽ കൊടുക്കണം? இப்போ செடி சுற்றி போடலாம். എവ്വളോ നാൾ? എവ്വളോ? அது 3 மாதம் 2 மாதத்துக்கு ஒரு தடவை போடணும். 2 மாசத்துல ஒரு தடவை போடணும். வேற வளம் எதுவுமே இல்ல. மருந்து அடிக்கிறது தான். மருந்து அடிக்கிறது. ஓகே. சரி, உங்க பேரு? കാളിയപ്പൻ. ഓക്കെ ഓക്കെ ഗുഡ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ എഫേർട്ട് ഇടുന്ന ആളെയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എങ്ങും ആരും ഇല്ലയെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ വീട്ടുകാരുടെ എഫേർട്ടാണ് ഈ ഒരു തോട്ടം. അതെ, അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലോ. 5 വർഷം വരെ ഇതിൽ നിന്ന് കായ്ഫലം കിട്ടൂ എന്നുള്ളതാണ്. അത് മാത്രമല്ല 40 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്ക് വിലയെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ശരിക്കും എൻ്റെ വീട്ടിൽ മുന്തിരി വാങ്ങിക്കാറുണ്ട് കേട്ടോ. എപ്പോഴെന്നറിയോ? കൂടുതലും നമ്മൾ ഈ മുന്തിരി അങ്ങനെ വീട്ടിൽ കഴിക്കാറില്ല എങ്കിലും നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ വീട്ടിൽ വൈൻ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ശരിക്കും നല്ല വില കൊടുത്തിട്ടാണ് മുന്തിരി മേടിക്കണേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയാൽ വെറും 40 രൂപയ്ക്ക് 1 കിലോ കിട്ടുമല്ലോ അല്ലേ. നമ്മുടെ നാട്ടിൽ എന്താണ് മുന്തിരിയുടെ വില എനിക്ക് വലിയ പിടുത്തമില്ല, എങ്കിലും ഇവിടെ നല്ല വിലക്കുറവാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ റോഡിൻ്റെ ഇരുവശത്തുമൊക്കെ ഇങ്ങനെ മുന്തിരി ചെറിയ പാക്കറ്റുകളിലാക്കി ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ 40 രൂപയ്ക്ക് ആണെങ്കിൽ വീട്ടിൽ മേടിച്ചിട്ട് പോയി വൈൻ ഇടായിരുന്നു അല്ലേ. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്, നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇന്ന് കാണാൻ പറ്റിയത്. അത് നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റിയതിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ യാത്രകളിലും ഇങ്ങനെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയും ഓരോ യാത്രകളും വെറുതെ കാറിലും വണ്ടിയിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടു പോവാതെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക, ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കുക, ആ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുക, ആ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയത് ഞാനൊന്ന് റീചാർജ് ആയി എന്നുള്ളതാണ്. സത്യം നന്നായിട്ടൊന്ന് റീചാർജ് ആയി എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ട് ഉണ്ട് എനിക്ക് ഈ മുന്തിരിപ്പാടം. നിങ്ങൾക്കും ഇതൊരുപാട് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുന്തിരി തൈകളൊക്കെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. അടിപൊളി തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോഴുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.